ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ്സിന് വലിയ നേട്ടം കേരളത്തിലുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായി. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ജനങ്ങളുടെ മുമ്പിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല എന്നതും കൂടിയാണ്. അവിടെ ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ജനങ്ങൾ കാണുന്നില്ല. എന്നാൽ ആ ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള തലത്തിലേക്ക് ഉയരാൻ ഇവിടെ കേരളത്തിൽ BJPക്ക് കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ കേരളത്തിലെ രാഷ്ട്രീയം ഒരു ദേശീയ ഇഷ്യൂ വരുന്ന സമയത്ത്, നാഷണൽ ഇഷ്യൂ വരുന്ന സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നാൽ ഒരു സിംഗിൾ പോളറൈസ്ഡ് ആയിട്ട് മാറുന്ന അവസ്ഥയാണ്. ഇനി മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ഇത്രയും കാലത്ത് 52 മുതൽ നടന്ന ഇലക്ഷനിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ പറയാം, സബ്ജക്റ്റ് ടു കറക്ഷൻ, 67 തെരഞ്ഞെടുപ്പിലും 2004 തെരഞ്ഞെടുപ്പിലും ഒഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എന്നും കോൺഗ്രസ്സിന് തന്നെ UDFന് തന്നെയായിരുന്നു മുൻകൈ ഉണ്ടായിരുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, ഈ പറഞ്ഞതാണ്, ജനങ്ങളുടെ മുമ്പിൽ വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. അവിടേക്കാണ്, ആ ഒരു ഗ്യാപ്പിലേക്കാണ് എന്തായാലും ദേശീയ തലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ CPMനെ അവർ ഓൾട്ടർനേറ്റീവായിട്ട് ജനങ്ങൾ കാണുന്നുമില്ല. അവിടെ ആ ഗ്യാപ്പാണ് BJP ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമെന്നാണ് ഞാൻ ഈ പറയുന്നില്ല. കാര്യം ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 10,75,000 വോട്ട് നേടി വിജയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല മാധു. അത് വലിയ അതിനെ നിസ്സാരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു രാഷ്ട്രീയ ജ്ഞാനത്തിൻ്റെ കുറവാണെന്നേ ഞാൻ പറയുള്ളൂ, ആരുടെ ആയാലും. കാര്യം ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി വിജയിക്കാനും അത് എത്ര കാലം എടുക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. കാര്യം കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്രമാത്രം ധ്രുവീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയമാണ്. അതേസമയം ഇപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ്, അസംബ്ലി തിരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അങ്ങനെയുള്ള അവിടേക്ക് വരുമ്പോൾ കേരളത്തിൽ കൃത്യമായ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് കേരളത്തിൽ. അവിടെ അവർ കോൺഗ്രസ്സിന് പകരം, കോൺഗ്രസ്സിന് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് CPMനെയും ഇടതുപക്ഷത്തെയും കാണുന്നുണ്ട്. ദേശീയ തലത്തിൽ അത് കാണുന്നുമില്ല. ഈ 2 ധ്രുവീകരിക്കപ്പെട്ട് നിൽക്കുന്ന, അതിശക്തമായി ധ്രുവീകരിക്കപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് BJP ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നത്, ഫൈറ്റ് ചെയ്യുന്നത്. അത് എത്ര കാലം ഇനിയെടുക്കും, എത്ര കാലം മുമ്പോട്ട് പോകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് നൽകിയിരിക്കുന്നത് വളരെ വലിയ ഒരു കോൺഫിഡൻസാണ് മുമ്പോട്ട് പോകാനുള്ളത്. ആ കോൺഫിഡൻസ് അവർ അടുത്ത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ ഒരുപാട് മുമ്പോട്ട് നയിക്കാൻ സാധ്യതയുള്ള എല്ലാ പൊട്ടൻഷ്യലും അവിടെയുണ്ട്. അതെങ്ങനെ വിനിയോഗിക്കണം, എത്ര വിനിയോഗിക്കണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് BJPയുടെ സംഘടനാ സംവിധാനമാണ് തീരുമാനിക്കുന്നത്. അത് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. ജനങ്ങളുടെ മുമ്പിൽ വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല, അതുകൊണ്ട് അവർ വിജയിച്ചു. ഇനി ഒരു ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം, കാര്യം കോൺഗ്രസ് നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധി ഇപ്പോഴല്ല, അതിൻ്റെ ഒരു തുടക്കം ആണ് ഇപ്പോൾ ഈ കണ്ടത്. 2026 തെരഞ്ഞെടുപ്പിൽ ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന വലിയൊരു ചോദ്യം കൂടിയാണ്, ഒരു കനലാണിപ്പോൾ ഇതിൻ്റെ അകത്തൂടെ എരിയാൻ തുടങ്ങിയിരിക്കുന്നത്. കെ സുധാകരൻ